അയൽപക്കത്ത് നടക്കുന്ന ഈ യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. വൻ ശക്തികൾ ഇന്ത്യയുടെ തൊട്ടടുത്ത് ഏറ്റുമുട്ടുന്നത് മേഖലയിലെ വ്യാപാരത്തെയും സുരക്ഷയും ഒരേപോലെ ബാധിക്കുന്നതാണ്. ചൈനയെ തടയാൻ യുഎസ് സാന്നിധ്യം ആവശ്യമാണെങ്കിലും സ്വന്തം സ്വാധീന മേഖലയിൽ മറ്റൊരു യുദ്ധമുണ്ടാകുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മൗറീഷ്യസിലെ അഖ്ലേഖ ദ്വീപിൽ സ്വന്തം സൈനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ വേഗത കൂട്ടുന്നത്. ഡീഗോ ഗാർഷ്യയിൽ വീണത് വെറും മിസൈലുകളായിരുന്നില്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറ്റാനുള്ള ഒരു തീപ്പൊരി കൂടിയായിരുന്നു. ഇറാന്റെ തിരിച്ചടിയും അമേരിക്കയുടെ പ്രത്യാക്രമണ ഭീഷണിയും ഇന്ത്യൻ മഹാസമുദ്രത്തെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വെടിമരുന്നായി മാറ്റിയിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഇന്ത്യ എന്തും നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ പോലും ഭേദിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും പ്രതിരോധ മാർഗങ്ങളും ഒരുക്കി കഴിഞ്ഞു. എന്തൊക്കെയാണ് ആ ഇന്ത്യൻ കരുത്തെന്ന് വിശദമായി നോക്കാം ടിക്ടോക്കിലൂടെ. ഭാവിയിലെ യുദ്ധങ്ങൾ ഇന്ന് കാണുന്നത് പോലെയായിരിക്കില്ല. വലിയ കാലാൾപ്പടയും കൂടുതൽ ആയുധങ്ങളുമുള്ളവർ മേൽക്കോയ്മ നേടുന്ന യുദ്ധങ്ങളായിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക സെൻസറുകൾ എന്നിവ യുദ്ധത്തിന്റെ ഗതിയും വിഗതികളും നിർണ്ണയിക്കുന്ന കാലത്ത് വമ്പൻ സൈനിക സന്നാഹങ്ങളെക്കാൾ സ്മാർട്ടായ തന്ത്രങ്ങൾക്കാണ് ഇനി പ്രാധാന്യമുള്ളത്. യുഎസും ചൈനയും റഷ്യയും ഒക്കെ ഇപ്പോൾ അത്തരം സൈനിക തന്ത്രങ്ങൾ വികസിപ്പിക്കുന്ന തിരക്കിലാണ്. ഇന്ത്യയും സ്വന്തമായി സൈന്യത്തിന്റെ കാലാൾപ്പടയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന യുദ്ധങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയേ ആയിരിക്കില്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എഐയുടെയും മറ്റ് ഡ്രോണുകളുടെയൊക്കെ സഹായത്തോടു കൂടി വലിയൊരു മാറ്റം തന്നെയായിരിക്കും യുദ്ധങ്ങളിൽ പോലും കാണാൻ സാധിക്കുന്നത്. ഒരു സൈനികൻ എന്നത് യുദ്ധക്കളത്തിലെ വലിയൊരു നെറ്റ്വർക്കിന്റെ കണ്ണിയായി മാറുകയും അതേസമയം ഏറ്റവും മാരകമായ ആയുധമായി മാറുകയും ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് നിഗമനം. DRDOയുടെ FINSAS അഥവാ ഫ്യൂച്ചർ ഇൻഡസ്ട്രി സോൾജർ ആസ് എ സിസ്റ്റം എന്ന പ്രോഗ്രാമിന് കീഴിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. ഇതിന്റെ ആദ്യഘട്ടം നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഇതിനെ പരിഷ്കരിച്ചുകൊണ്ടാണ് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഭാവിയിൽ ഇന്ത്യൻ സേനാംഗം വെറും ഒരു സൈനികൻ എന്നതു മാത്രമല്ല, അതിലുപരി യുദ്ധകളത്തിലെ ഏറ്റവും ആധുനികമായ ആയുധ ശേഖരമായി മാറാൻ ഒരുങ്ങുകയാണ് എന്ന് ചുരുക്കം. ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ, അത്യാധുനിക സെൻസറുകൾ എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ കോമ്പാക്ട് ക്ലൗഡിന്റെ ഭാഗമായിരിക്കും ഈ സോൾജർ അഥവാ സൈനികൻ എന്ന് പറയുന്നത്. കേവലം ആയുധം ധരിച്ച ഒരു വ്യക്തി എന്നതിലപ്പുറം വിവരങ്ങൾ ശേഖരിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സജീവ നോഡായിട്ടായിരിക്കും ഓരോ സൈനികരും പ്രവർത്തിക്കുക. ഭാരമേറിയ ആയുധങ്ങളും സാമഗ്രികളും വഹിക്കുമ്പോഴുണ്ടാവുന്ന ക്ഷീണം കുറയ്ക്കാനായി DRDO ടാറ്റയുമായി ചേർന്ന് ഒരു പാസീവ് എക്സോസ്കെൽറ്റനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. സിയാച്ചിൻ, ലഡാക്ക് തുടങ്ങിയിട്ടുള്ള ഓക്സിജൻ കുറഞ്ഞ സ്ഥലങ്ങളിൽ സൈനികരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ സംവിധാനം തീർത്തും നിർണായകമായിരിക്കും. 40 മുതൽ 60 കിലോ വരെ ഭാരം ചുമന്ന് ക്ഷീണമില്ലാതെ ദീർഘദൂരം സഞ്ചരിക്കാനും അതേസമയം കഠിനമായ ഭൂപ്രകൃതികളിൽ വേഗത്തിൽ തന്നെ നീങ്ങാനുമൊക്കെ സൈനികനെ ഇത് വളരെയധികം സഹായിക്കും. ഭാവിയിലെ സൈനികന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി അവന്റെ ഹെൽമറ്റ് ആയിരിക്കും മാറാൻ പോകുന്നത്. തീർച്ചയായും ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, യുദ്ധക്കളത്തിലെ മറ്റ് സൈനികരുടെയും വാഹനങ്ങളിലെയും സെൻസറുകൾ എന്നിവയിലൊക്കെ നിന്നുള്ള വിവരങ്ങൾ നേരിട്ട് ഈ ഹെൽമറ്റിലെ വൈസറിലൂടെ സൈനികന് കാണാൻ സാധിക്കും. ഇതിനെ പ്രെഡേറ്റർ വിഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതുപയോഗിച്ച് എവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിൽ സൈനികന് കൃത്യമായൊരു ധാരണയുണ്ടാകും. അതനുസരിച്ച് ഒളിക്കാനും കൃത്യതയോടെ എതിരാളികളെ ആക്രമിക്കാനുമൊക്കെ സൈനികർക്ക് സാധിക്കുകയും ചെയ്യും. തെർമൽ ഇമേജിംഗ്, നൈറ്റ് വിഷൻ, ഓഗ്മെന്റഡ് റിയാലിറ്റി, സ്വന്തം പക്ഷത്തുള്ള സൈനികരെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സൈനികന്റെ ഹെൽമറ്റിലെ ഡിസ്പ്ലേയിൽ ശത്രുക്കളുടെ സ്ഥാനം, സഹസൈനികരുടെ നീക്കങ്ങൾ, അപകട മേഖലകൾ എന്നിവ ലൈവായി തന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഇതിലൂടെ ഒരു സാധാരണ സൈനികൻ യുദ്ധകളത്തിലെ ഒരു വാക്കിംഗ് കമാൻഡ് പോസ്റ്റായി തന്നെ മാറും. കൂടാതെ മോട്ടോർ സൈക്കിൾ അധിഷ്ഠിത ചെറിയ സംഘങ്ങളായി അതിവേഗം നീങ്ങാനും ചിതറിമാറി ശത്രുവിനെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളും ഒക്കെ ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചുരുക്കത്തിൽ വരും ദശകങ്ങളിൽ ഇന്ത്യൻ സൈനികർ വെറും ഒരു പോരാളിയായിരിക്കില്ല, മറിച്ച് സാങ്കേതിക വിദ്യയും ശാരീരിക കരുത്തും ഒത്തിണങ്ങിയ ഒരു സൂപ്പർ സോൾജർ തന്നെ ആയിരിക്കും. റഷ്യൻ യുക്രൈൻ യുദ്ധമാണ് പുതിയ മാറ്റങ്ങൾക്ക് വേഗത കൂട്ടിയിരുന്നത്.
റഷ്യയും യുക്രൈനും എതിർ സൈനികരുടെ ശരീര താപനില തിരിച്ചറിയുന്ന സെൻസറുകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് വ്യാപകവുമാക്കിയിരുന്നു. ഇത് പരിഗണിച്ച് ശരീര താപനില ഇത്തരം സെൻസറുകൾക്ക് തിരിച്ചറിയാതിരിക്കാനുള്ള പ്രത്യേക കവചവും സൈനികർക്കുണ്ടാകും. റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന കോട്ടിങ്ങുകളും അതേസമയം ശബ്ദം പുറത്തു പോകാത്ത രീതിയിലുള്ള സംവിധാനങ്ങളുമൊക്കെ ഭാവിയിലെ യൂണിഫോമുകളുടെ ഭാഗം തന്നെയായിരിക്കും. ഇതിനു പുറമെ ഓരോ സൈനികനും നിരവധി ചെറുകിട ഡ്രോണുകൾ യുദ്ധകളത്തിൽ ഉപയോഗിക്കും. സൈനികന്റെ ബാഗിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാനുള്ള ചെറിയ ക്വാഡ് കോപ്റ്ററുകളും ആക്രമണ ഡ്രോണുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ ഇൻഫൻട്രി വിഭാഗത്തിനും സ്വന്തമായി ഡ്രോൺ ശേഖരം തന്നെ ഉണ്ടായിരിക്കും. ഒരേ സമയം പല ഡ്രോണുകളെ നിയന്ത്രിക്കാനും ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനും അതേസമയം സ്ഫോടനങ്ങൾ നടത്താനുമൊക്കെ സൈനികന് സാധിക്കും. ഇവ ഉപയോഗിച്ച് എതിരാളികളുടെ ഒളിത്താവളങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്താനും അതിനനുസരിച്ചുള്ള ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യാനുമൊക്കെ ഇതിലൂടെ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ യുദ്ധകളത്തിൽ ശത്രുവിനേക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും കൃത്യതയോടെ തന്നെ ആക്രമിക്കാനും പ്രാപ്തനാകുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ പോലും ഭേദിക്കാൻ ശേഷിയുള്ള ശൗര്യ NG ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് കരയിൽ നിന്ന് തൊടുക്കാവുന്ന ശൗര്യ മിസൈലിന്റെ പുതിയ പതിപ്പ് വികസിപ്പിക്കുന്നത്. ശബ്ദത്തേക്കാൾ 7 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിന് 700 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കുന്ന K-15 സാഗരിക മിസൈലിന്റെ കരയിൽ നിന്ന് ഉപയോഗിക്കാവുന്ന പതിപ്പാണ് ഈ ശൗര്യ മിസൈൽ. 2011 ശൗര്യ ആദ്യമായി പരീക്ഷിച്ചതും തുടർന്ന് 2020 കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നിരുന്നു. നിലവിൽ സൈന്യത്തിന്റെ ഭാഗമാകുന്നതിനുള്ള ഉൽപാദന ഘട്ടത്തിലാണ് ഇപ്പോൾ ശൗര്യ. ഇതിന്റെ പരിഷ്കരിച്ച ഭാരം കുറഞ്ഞതും കൃത്യമായി തന്നെ വർദ്ധിപ്പിച്ചതുമായ പതിപ്പാണ് ശൗര്യ NG. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ അടക്കം ഭേദിക്കാൻ ശേഷിയുണ്ട് ഈ ശൗര്യ NGക്ക്. ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് കരയിൽ നിന്ന് തൊടുക്കാവുന്ന ശൗര്യ മിസൈലിന്റെ പുതിയ പതിപ്പ് ഇപ്പോൾ വികസിപ്പിക്കുന്നത്. ശബ്ദത്തേക്കാൾ 7 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിന് 700 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ മിസൈലിന് ചുറ്റുമുണ്ടാകുന്ന പ്ലാസ്മ ഷീറ്റ് റേഡിയോ സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുമുണ്ട്. എന്നാൽ ഈ ഒരു പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനം കൃത്യമായി തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന ഇമേജിംഗ് ഇൻഫ്രാറെഡ്, ആക്റ്റീവ് റഡാർ എന്നിവ സംയോജിപ്പിച്ച മൾട്ടിമോഡ് സീക്കർ സംവിധാനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ ശൗര്യ NG മിസൈലിന് സാധിക്കും. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ നിശ്ചല പാതയിലൂടെയല്ല ഈ ശൗര്യ സഞ്ചരിക്കുന്നത്. മറിച്ച് ക്വാസി ബാലിസ്റ്റിക് പാത പിന്തുടരുന്ന മിസൈല് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് അതിവേഗത്തിൽ തന്നെ ദിശ മാറാൻ കഴിവുള്ള ഒന്നാണ്. ബാലിസ്റ്റിക് മിസൈലിനെ പോലെ തന്നെ കുതിച്ചുയരുകയും എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ക്രൂസ് മിസൈലിനെ പോലെ ദിശ മാറി സഞ്ചരിക്കുകയും ചെയ്യും. ഇത് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നതാണ്. സെക്കൻഡിൽ ഏകദേശം 2.4 മുതൽ 2.5 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയുക എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയായിരിക്കും. മിസൈൽ വിക്ഷേപണത്തിനായി കോൾഡ് ലോഞ്ച് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മിസൈലിന്റെയോ റോക്കറ്റിന്റെയോ പ്രധാന എഞ്ചിൻ വിക്ഷേപണ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ ജ്വലിപ്പിക്കാതെ മിസൈലിനെ പുറത്തേക്ക് തള്ളിയതിനു ശേഷം മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത്. മിസൈൽ ഇരിക്കുന്ന ട്യൂബിനുള്ളിൽ ഉയർന്ന മർദ്ദത്തിലുള്ള വാതകമോ അല്ലെങ്കിൽ ഒരു ചെറിയ പിസ്റ്റൺ സംവിധാനമോ ഉപയോഗിച്ചുകൊണ്ട് മിസൈലിനെ വായുവിലേക്ക് ഉയർത്തും. പിന്നീട് മിസൈൽ ലോഞ്ചറിൽ നിന്ന് സുരക്ഷിതമായ ഉയരത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ അതിന്റെ പ്രധാന എഞ്ചിൻ ജ്വലിക്കുകയുള്ളൂ. ഇത് വിക്ഷേപണ വാഹനത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ കൂടാതെ 10 മുതൽ 15 വർഷം വരെ പ്രവർത്തന സജ്ജമായി സൂക്ഷിക്കാൻ കഴിയുന്ന അത്യാധുനിക കാനിസ്റ്ററുകളും ഇതിനായി വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഏതൊരു സാഹചര്യത്തിലും ട്രാൻസ്പോർട്ട് ഇറക്ടർ ലോഞ്ച് അഥവാ TEL വാഹനങ്ങൾ ഉപയോഗിച്ച് വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നത് ഒരു വലിയ പ്രത്യേകതയായി തന്നെ കാണുന്നുമുണ്ട്. ആധുനിക മിസൈൽ വേദ സംവിധാനങ്ങൾ ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ശൗര്യ NG ഒരു നിർണായക പങ്ക് വഹിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. സാധാരണ സ്ഫോടക വസ്തുക്കളും ആണവായുധങ്ങളും വഹിക്കാൻ
ഈ മിസൈലിന് ശേഷിയുണ്ട് എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ കവചങ്ങളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള സൂപ്പർസോണിക് ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുകയാണ്. നിലവിലുള്ള ഡ്രോണുകളുടെ വേഗക്കുറവ് പരിഹരിക്കാനും യുദ്ധകളത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുമാണ് ഈ ഒരു നീക്കം. IIT മദ്രാസ് പോലുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് റാംജെറ്റ്, സ്ക്രാംജെറ്റ് പ്രൊപ്പൻഷ്യൽ സാങ്കേതിക വിദ്യകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്നെ ഇന്ധനമായി ഉപയോഗിക്കുന്നതിനാൽ ഇവയ്ക്ക് ഭാരം കുറവായിരിക്കുകയും കൂടുതൽ പ്രഹരശേഷി കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. സാധാരണ കാമിക്കാസെ ഡ്രോണുകൾ സൂപ്പർ ഡ്രോണുകളാക്കുന്ന പദ്ധതിക്ക് ശേഷനാഗ് എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നാണ് വിവരം. ലളിതമായ കാമിക്കാസെ ഡ്രോണുകളെ സ്മാർട്ടായ അതിനൂതന ആയുധമാക്കി പരിവർത്തനം ചെയ്യിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. റാംജെറ്റും സ്ക്രാംജെറ്റ് പോലെയുള്ള റോക്കറ്റ് എഞ്ചിനുകളുടെ സഹായത്തോടെ അതിവേഗത്തിൽ പറക്കുന്ന സ്വയം നിയന്ത്രിത ഡ്രോണുകൾ വികസിപ്പിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ശത്രു രാജ്യങ്ങളെ അത്യാധുനിക വ്യോമ പ്രതിരോധ കവചങ്ങളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള സൂപ്പർസോണിക് ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നുവെന്ന വാർത്ത ഏവരെയും കൗതുകപ്പെടുത്തുകയാണ്. നിലവിലുള്ള ഡ്രോണുകളുടെ വേഗക്കുറവ് പരിഹരിക്കാനും അതേസമയം യുദ്ധകളത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുമൊക്കെയാണ് ഇന്ത്യയുടെ നീക്കം. IIT മദ്രാസ് പോലുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണ് റാംജെറ്റും സ്ക്രാംജെറ്റ് പ്രൊഫഷണൽ സാങ്കേതിക വിദ്യകളൊക്കെ ഇതിനായി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്നെ ഇന്ധനമായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് ഇവയ്ക്ക് ഭാരം കുറവായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതേസമയം കൂടുതൽ പ്രഹരശേഷി കൈവരിക്കാനും ഇതിന് സാധിക്കും. സാധാരണ കാമിക്കാസെ ഡ്രോണുകൾ സൂപ്പർ ഡ്രോണുകളാക്കുന്ന പദ്ധതിക്ക് ശേഷനാഗ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഡ്രോണുകളെ പോലെ തന്നെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് നിരീക്ഷണം നടത്താനും ഇവയ്ക്ക് കഴിയും. ഒരു മിസൈലിനെ പോലെ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് പതിക്കാനുള്ള കഴിവ് കൂട്ടിയിണക്കിയ ഒരു ഹൈബ്രിഡ് ആയുധ സംവിധാനമായിരിക്കും ഈ സൂപ്പർസോണിക് ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ. സാധാരണ സൂയിസൈഡ് ഡ്രോണുകൾ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് റഡാറുകൾക്ക് അവയെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനും തകർക്കാനും ഒക്കെ സാധിക്കാറുണ്ട്. എന്നാൽ ഇത് ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ വരുന്ന സൂപ്പർസോണിക് ആയുധങ്ങളെ തടയാൻ ശത്രുക്കളുടെ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾക്കോ ജാമിംഗ് ഉപകരണങ്ങൾക്കോ ഒന്നും സമയം ലഭിക്കില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന ഇത്തരം ആയുധങ്ങൾ അത് ശത്രുക്കളുടെ പ്രതികരണ സമയം ഗണ്യമായി തന്നെ കുറയ്ക്കും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന വിലയേറിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയ്ക്കെതിരെ ഉപയോഗിക്കേണ്ടി വരും. അത് വലിയ സാമ്പത്തിക ബാധ്യത എതിരാളികൾക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഈ തദ്ദേശീയ പരീക്ഷണം പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയിൽ ഇന്ത്യക്ക് വലിയൊരു മേൽക്കോയ്മ നൽകുമെന്നും കരുതപ്പെടുന്നുണ്ട്. നേരത്തെ ആർട്ടിലറി ഷെല്ലുകളിൽ റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ട് അവയുടെ ആക്രമണ പരിധി ദീർഘിപ്പിക്കാനുള്ള ഗവേഷണം നടന്നത് IIT മദ്രാസുമായി ചേർന്നുകൊണ്ടായിരുന്നു. ഇങ്ങനെ വികസിപ്പിച്ച ആർട്ടിലറി ഷെല്ലുകളെ 50% ദൂരേക്ക് പോയി പായിക്കാനും സാധിക്കും. 2030 ആകുമ്പോഴേക്കും പുതിയ ആർട്ടിലറി ഷെല്ലുകൾ സേനയുടെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ മേഖലയിലുള്ള IIT മദ്രാസിന്റെ അനുഭവ പരിചയം ഇത് ഡ്രോണുകളുടെ കാര്യത്തിലും പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയാണുള്ളത്. ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമാക്കുന്ന പുതിയൊരു യുദ്ധ തലമുറകളിൽ ഒരു പടി മുന്നിൽ നിൽക്കാനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് ചില പരിമിതികൾ മറികടക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് വായുമായുള്ള ഘർഷണത്തെ തുടർന്നുണ്ടാകുന്ന താപത്തെ അതിജീവിക്കാൻ കഴിയുന്ന പുറം കവചവും ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും ലക്ഷ്യത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് ആക്രമണം നടത്തുന്ന സാധാരണ ലോയിറ്ററിംഗ് ശേഷി നിലനിർത്താനും സാധിക്കും. മാത്രമല്ല ഭാരം വഹിക്കാനുള്ള ശേഷി ആദ്യം വർദ്ധിപ്പിക്കണം. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അവയെ നിരീക്ഷണത്തിനായി വിനിയോഗിക്കാനുമാകില്ല. ഈ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് വേണം സൂപ്പർ ഡ്രോണുകളെ വികസിപ്പിച്ചെടുക്കേണ്ടത്. ഇന്ത്യ അതിനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ പുതിയ തലമുറ ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. നിലവിലെ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും ദൂരപരിധിയിലുള്ള അഗ്നി 5 മിസൈലുകളേക്കാൾ കരുത്തുള്ളതും എന്നാൽ ഭാരം കുറഞ്ഞതുമായ മിസൈലുകളാണ് പുതുതായി വികസിപ്പിക്കുന്നത്. അതീവ രഹസ്യമായി നടക്കുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പ്രഹരശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. പുതിയ മിസൈൽ കൂടുതൽ വേഗതയുള്ളതും റോഡിലൂടെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതുമായിരിക്കുമെന്നാണ് സൂചനകൾ.
റഷ്യയുടെ S-500ഉം അമേരിക്കയുടെ THAAD-ഉം ചൈനയുടെ HQ-19 തുടങ്ങിയിട്ടുള്ള ലോകത്തെ മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും വെട്ടിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുതിയ മിസൈൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനായി മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾസ്, റഡാറുകളെ കബളിപ്പിക്കാനുള്ള അത്യാധുനിക ഡീകോയ്, റഡാർ ആഗിരണം ചെയ്യുന്ന കോട്ടിങ്ങുകൾ എന്നിവ ഉപയോഗിക്കുമെന്നാണ് വിവരം. ഈ പുതിയ മിസൈലിന് 10 മുതൽ 12 വരെ പോർമുനകൾ വഹിക്കാൻ ശേഷിയുണ്ടാകുമെന്നും കരുതപ്പെടുന്നുണ്ട്. പുതിയ മിസൈൽ 10,000 കിലോമീറ്ററിലധികം ദൂരപരിധി കൈവരിക്കാൻ ശേഷിയുള്ളതായിരിക്കും. അഗ്നി 5 മിസൈലിന് 5000-5500 കിലോമീറ്റർ ദൂരപരിധിയാണ് ഉള്ളതെങ്കിലും ഭാരം കുറഞ്ഞ പോർമുനകൾ ഉപയോഗിച്ചാൽ അതിന് 7000 മുതൽ 8000 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ സാധിക്കുമെന്നാണ് വിവരം. എന്നാൽ ഈ പുതിയ മിസൈൽ ഇതിന്റെ ഇരട്ടി ദൂരപരിധി വരെ ലക്ഷ്യമിടുന്നുമുണ്ട്. 2025 പുതിയ മിസൈലിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കിയതായ റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ സമുദ്രത്തിനടിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന K5, K6 എന്നീ SLBM മിസൈലുകളെ സാങ്കേതിക വിദ്യയാണ് ഈ പുതിയ മിസൈലിലും ഉപയോഗിക്കാൻ പോകുന്നത്. അന്തർവാഹിനികളിൽ മിസൈൽ വിക്ഷേപണ കുഴലുകളിലാണ് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ അന്തർവാഹിനികളിൽ ഉപയോഗിക്കാനായി K5 മിസൈലുകൾ വലിപ്പം കുറഞ്ഞ രീതിയിലാണ് വികസിപ്പിച്ചത്. ഇതേ സാങ്കേതിക വിദ്യ പുതിയ മിസൈലിനും ഉണ്ടാകുമെന്നാണ് വിവരം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മിസൈലിനെ കൂടുതൽ വേഗത്തിലും അതേസമയം കാര്യക്ഷമമായും പ്രവർത്തിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ അഗ്നി 5ന് ഏകദേശം 50 ടൺ ഭാരമാണുള്ളത്. എന്നാൽ പുതിയ മിസൈലിന് ഏകദേശം 40 ടൺ ഭാരം മാത്രമേ ഉണ്ടാകൂ എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഭാരം കുറവാണെങ്കിലും അഗ്നി 5നേക്കാൾ ഇരട്ടി ദൂരപരിധി കൈവരിക്കാൻ ഈ പുതിയ മിസൈലിന് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മിസൈലിന്റെ ഭാരം കുറയുന്നത് അതിന്റെ പ്രഹരശേഷിയെ ബാധിക്കില്ല എന്നതും ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. 3 ടണ്ണോളം ഭാരം വരുന്ന പോർമുനകൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഭാരം കുറയ്ക്കുന്നതിനായി സ്റ്റീൽ ഭാഗങ്ങൾക്ക് പകരം അത്യാധുനിക കോമ്പോസിറ്റ് മെറ്റീരിയലുകളാണ് ഈ മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മിസൈലിന്റെ ഭാരത്തിൽ 20% കുറവ് വരുത്താൻ സഹായിക്കും. മിസൈലിന്റെ എഞ്ചിൻ കവചങ്ങളിലും മറ്റും ഇത്തരം ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും കൂടുതൽ ദൂരേക്ക് സഞ്ചരിക്കാനും മിസൈലിന് സാധിക്കുമെന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റോഡിലൂടെ സഞ്ചരിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങളിൽ ഇത് എളുപ്പത്തിൽ തന്നെ വിന്യസിക്കാനും സാധിക്കും. മിസൈലുകളുടെ വലിപ്പവും ഭാരവും കുറയുന്നതോടെ അവ ശത്രുക്കളുടെ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ കണ്ണിൽ പെടാതെ മാറ്റാനും സാധിക്കും. ഇത് ശത്രുക്കളുടെ പ്രതീക്ഷിതമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അതേസമയം പ്രതിരോധ സംവിധാനം സംരക്ഷിക്കാനും ഇന്ത്യയെ സഹായിക്കുന്നതാണ്. ഔദ്യോഗികമായി പേര് ഇതുവരെയും നൽകിയിട്ടില്ല. എങ്കിലും ഇത് അഗ്നി 6 അല്ലെങ്കിൽ ദീർഘകാലമായി ചർച്ച ചെയ്യപ്പെടുന്ന സൂര്യ മിസൈൽ പദ്ധതിയുടെ ഭാഗമാകുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന പുത്തൻ ആയുധത്തിന്റെ പരീക്ഷണം ഉടൻ നടക്കുമെന്ന സൂചനകൾ കൂടി പുറത്തുവരികയാണ്. ഇപ്പോൾ എയർ ടു സർഫസ് സ്റ്റാൻഡേർഡ് ഓഫ് ആയുധമായ ഭൗമി എന്ന മിസൈലിന്റെ പരീക്ഷണമാണ് ഉടൻ നടക്കാനിരിക്കുന്നത്. ഇതിന്റെ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് പരീക്ഷണങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. വ്യോമസേനയുടെ സുഖോയ് 13 MKI യുദ്ധവിമാനവുമായി ഭൗമിയെ സംയോജിപ്പിക്കുന്നതിനുള്ള പരിശോധനകളാണ് ഉടൻ നടക്കുക. ഇതിനുശേഷം ഈ മിസൈലിനെ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന പരീക്ഷണങ്ങളും നടത്തും. ഇന്ത്യയുടെ മുന്നണി പോരാളികളായ യുദ്ധവിമാനമാണ് സുഖോയ് 30 MKI. ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളെ മാരകമാക്കുന്ന ആയുധമായിരിക്കും ഭൗമി. ഭൂമിയിൽ നിന്നുള്ളത് എന്നാണ് ഭൗമി എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായിട്ടുള്ള DRDO ആണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നത്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പ്രഹരപരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് അവരുടെ കമാൻഡ് സെന്ററുകൾ, അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകൾ, പാലങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ലോങ് റേഞ്ച് സ്റ്റാൻഡേർഡ് ഓഫ് ആയുധമായിരിക്കും ഭൗമി. ഏകദേശം 500 കിലോ മുതൽ 1000 കിലോ വരെ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഭൗമിക്ക് സാധിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന പുത്തൻ ആയുധത്തിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് ആയുധമായ ഭൗമി എന്ന മിസൈലിന്റെ പരീക്ഷണമാണ് ഉടൻ തന്നെ നടക്കുന്നത്. ഇതിന്റെ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് പരീക്ഷണങ്ങൾ അടക്കം ആരംഭിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വ്യോമസേനയുടെ സുഖോയ് 13 MKI യുദ്ധവിമാനങ്ങളുമായി ഈ ഭൗമിയെ സംയോജിപ്പിക്കുന്നതിനുള്ള പരിശോധനകളും ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിനുശേഷം ഈ മിസൈലിനെ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന പരീക്ഷണങ്ങളും നടക്കും. ഇന്ത്യയുടെ മുന്നണി പോരാളിയായ യുദ്ധവിമാനമാണ് സുഖോയ് 13 MKI എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളെ മാർഗമാക്കുന്ന ആയുധമായി ആയിരിക്കും ഭൗമിയെ
തയ്യാറാക്കുന്നതും. ഇതിന്റെ ഏകദേശ പ്രഹര പരിധി 100 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാവിയിൽ കപ്പൽ വിരുദ്ധ ആക്രമണങ്ങൾക്കും തീരദേശ സംരക്ഷണത്തിനുമായി ഇതിന്റെ ഒരു നാവിക പതിപ്പും വികസിപ്പിച്ചേക്കാമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദീർഘദൂര ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ പ്രഹരശേഷി ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കാൻ ഈ പുതിയ മിസൈലിന് സഹായിക്കും. അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങൾ, അതായത് GPS, ഇൻസേർഷൻ നാവിഗേഷൻ ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ ആഞ്ഞടിക്കാൻ ഭൗമിക്ക് കഴിയും. ഭൗമി മിസൈൽ ഒരു ഫയർ ആൻഡ് ഫോർഗെറ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതായത് ഒരിക്കൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിമാനത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളില്ലാതെ തന്നെ അത് ലക്ഷ്യസ്ഥാനം കണ്ടെത്തി നശിപ്പിക്കും. മിസൈലിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി സുഖോയ് വിമാനങ്ങളിലെ മിഷൻ കമ്പ്യൂട്ടറുകളിലും ഡിസ്പ്ലേ പ്രോസസ്സറുകളിലും ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യോമസേനയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ SDI ആണ് ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. നിലവിൽ സുഖോയ് വിമാനവുമായി മാത്രമാണ് മിസൈലിനെ സംയോജിപ്പിച്ചിട്ടുള്ളത്. ഉയർന്ന ഭാരമുള്ള പോർമുന വഹിക്കുന്നതിനാൽ ഇത്രയും ഭാരം വഹിക്കാൻ ശേഷിയുള്ള മറ്റു വിമാനങ്ങളിലും ഭാവിയിൽ ഭൗമിയെ ഘടിപ്പിക്കുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തുവരികയാണ്. ഇന്ത്യയുടെ ആളില്ലാ പോർവിമാന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 4 ഖദക് ഡ്രോൺ സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിരിക്കുകയാണ്. DRDOയുടെ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിക്കുന്ന ഈ ഡ്രോണുകൾക്ക് റിമോട്ട്ലി പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നാണ് ഔദ്യോഗികമായി പേരിട്ടിരിക്കുന്നത്. ഓരോ സ്ക്വാഡ്രണിലും 16 മുതൽ 18 ഡ്രോണുകൾ വീതം, ആകെ 60 മുതൽ 80 വരെ ഖദക് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആളില്ലാ പോർവിമാന ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യ. അതിനായാണ് 4 ഖദക് ഡ്രോൺ സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അഥവാ DAC അനുമതി നൽകിയിരിക്കുന്നത്. DRDOയുടെ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിക്കുന്ന ഈ ഡ്രോണുകൾക്ക് റിമോട്ട്ലി പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് അഥവാ RPSA എന്നാണ് ഔദ്യോഗികമായി പേര് നൽകിയിരിക്കുന്നത്. ഓരോ സ്ക്വാഡ്രണിലും 16 മുതൽ 18 ഡ്രോണുകൾ വീതം, അതായത് ആകെ 60 മുതൽ 80 വരെ ഖദക് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. 30,000 കോടി രൂപയിലധികം ചിലവ് വരുമെന്നാണ് ഈ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്ന് ചൈനയും പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനും ആളില്ലാ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഖദക് പദ്ധതി വേഗത്തിൽ തന്നെ നടപ്പിലാക്കുന്നത്. ചൈന സ്വന്തമായി വികസിപ്പിച്ച ആളില്ലാ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ GJ-11 ആണ് യഥാർത്ഥ നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനോട് ചേർന്ന് വിന്യസിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ആകട്ടെ തുർക്കിയിൽ നിന്ന് വാങ്ങിയ ബൈറാക്തർ അക്കിൻസി ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ വിന്യസിച്ചത്. ഇവയെ നേരിടാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന ആളില്ലാ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്കിനി ആവശ്യമായി വരിക. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏറെക്കാലമായി സാവധാനത്തിൽ പോരുന്ന ഖദക് പദ്ധതി ഇപ്പോൾ ഗതിവേഗം കൈവരിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ റഡാറുകളെ വെട്ടിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ആയുധങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാനുള്ള സംവിധാനവുമുള്ള വിമാനമാണ് ഖദക്. നിലവിൽ ഇന്ത്യ ഉപയോഗിച്ചു വരുന്ന ഹെറോൺ TPയും സെർച്ചർ MK2 ഡ്രോണുകൾക്ക് ഈ സ്റ്റെൽത്ത് ശേഷിയില്ലാത്തത് വലിയൊരു പരിമിതി തന്നെയായിരുന്നു. ഈ ഒരു പ്രതിസന്ധി മറികടക്കാനാണ് ഈ ഖദക് കൊണ്ടുവരുന്നത്. ഇതോടെ പ്രതിസന്ധി ഖദക് വരുന്നതോടെ ഇല്ലാതാകുമെന്ന പ്രതീക്ഷയുമാണ്. GTRE വികസിപ്പിച്ച കാവേരി എഞ്ചിൻ കരുത്തു പകരുന്ന ഈ ഡ്രോണുകൾക്ക് 1000 കിലോമീറ്ററിലധികം ദൂരപരിധി കൃത്യതയോടെ തന്നെ ആക്രമണം നടത്താൻ സാധിക്കുമായിരുന്നു. 4 സ്ക്വാഡ്രണുകൾ, 2 ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ കൈകാര്യം ചെയ്യുന്ന ഈസ്റ്റേൺ എയർ കമാൻഡിലും, 1 പാകിസ്ഥാൻ അതിർത്തിയിലുള്ള വെസ്റ്റേൺ കമാൻഡിലും, മറ്റൊന്ന് സമുദ്ര സുരക്ഷയ്ക്കായി സദേൺ കമാൻഡിലും വിന്യസിക്കാനാണ് പ്ലാൻ. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ നിർമ്മാണം നടക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2030-32 കാലയളവിനുള്ളിൽ തന്നെ ഇവ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്ന പ്രതീക്ഷയുമുണ്ടൊപ്പം. ഖദക്കിന്റെ ഫ്ലൈയിങ് വിങ് ഡെമോൺസ്ട്രേറ്റഡ് പരീക്ഷണം 2024 നടന്നിരുന്നു. ഇത് വിജയിച്ചതോടെയാണ് ഖദക് പദ്ധതിക്കും വേഗത കൂടിയത്. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ കരുത്തേകുന്ന ഈ ഒരു നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള ഡ്രോൺ നിർമ്മാണ രംഗത്ത് മുൻനിരയിൽ എത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.
പ്രതിരോധിക്കാൻ ഈ കരുത്തന്മാർ റെഡിയാണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഇസ്രയേൽ സേനകൾ ഇറാനുമായി നടത്തുന്ന യുദ്ധം ആഗോള ആരോഗ്യ സാങ്കേതിക മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത്. ലോകത്തെ ഹീലിയം വിതരണത്തിന്റെ 1/3 തടസ്സപ്പെട്ടതോടെ MRI സ്കാനിങ്ങും ചിപ്പ് നിർമ്മാണവും മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തെ പ്രധാന ഹീലിയം ഉൽപ്പാദകരായ ഖത്തറിലെ ഇന്ധന പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണവും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത നിയന്ത്രണവുമൊക്കെയാണ് ഈ ക്ഷാമത്തിന് പ്രധാന കാരണവും. അമേരിക്ക ഇസ്രയേൽ സേനകൾ ഇറാനുമായി നടത്തിവരുന്ന യുദ്ധം ആഗോള ആരോഗ്യ സാങ്കേതിക മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നതും. ലോകത്തെ ഹീലിയം വിതരണത്തിന്റെ 1/3 തടസ്സപ്പെട്ടതോടെ MRI സ്കാനിങ്ങും ചിപ്പ് നിർമ്മാണവും ഒക്കെ മുടങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ലോകത്തെ തന്നെ പ്രധാന ഹീലിയം ഉൽപ്പാദകരായിട്ടുള്ള ഖത്തറിലെ ഇന്ധന പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണവും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത നിയന്ത്രണവും ഒക്കെയാണ് ഈ ക്ഷാമത്തിന് പ്രധാന കാരണം എന്ന് തന്നെ പറയാം. ആശുപത്രികളിൽ MRI സ്കാനിംഗ് മെഷീനുകൾ പ്രവർത്തിപ്പിക്കാൻ ഈ ലിക്വിഡ് ഹീലിയം അത്യന്താപേക്ഷിതമാണ്. മെഷീനിലെ കാന്തങ്ങൾ അമിതമായി ചൂടാകാതിരിക്കാനും ഈ ഹീലിയം ഉപയോഗിച്ചുകൊണ്ടാണ് അത് തണുപ്പിക്കാറുള്ളതും. അബ്സല്യൂട്ട് സീറോയ്ക്ക് അടുത്ത താപനില നിലനിർത്താൻ ഹീലിയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹീലിയം ലഭ്യത കുറയുന്നതോടെ സ്കാനിംഗ് നിരക്കുകൾ ഉയരാനും പരിശോധനകൾ വൈകാനും ഒക്കെയുള്ള സാധ്യതയുമുണ്ട്. ലോകത്തെ ഹീലിയം ഉപയോഗത്തിന്റെ 1/4 MRI മെഷീനുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതുമാണ്. ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LNG ഉൽപാദനത്തിന്റെ ഉപോൽപ്പന്നമായി തന്നെയാണ് ഹീലിയം വേർതിരിച്ചെടുക്കപ്പെടുന്നത്. ഖത്തറിലെ റാസ് ലഫാൻ, മൊസയിദ് എന്നിവിടങ്ങളിലെ LNG പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ ഇപ്പോൾ ഹീലിയം ഉൽപാദനവും കുറഞ്ഞു എന്ന് തന്നെ പറയണം. കയറ്റുമതിയിൽ പ്രതിവർഷം 14% കുറവുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഖത്തർ എനർജിയും അറിയിച്ചത്. ഖത്തറിൽ നിന്നുള്ള ഹീലിയം കയറ്റുമതിയുടെ ഏകമാർഗമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായും അടച്ചതും വിതരണത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ലിക്വിഡ് ഹീലിയം 45 ദിവസത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ അത് ബാഷ്പീകരിച്ച് നഷ്ടപ്പെടുമെന്നതും ഒരു വെല്ലുവിളി വർദ്ധിപ്പിക്കുന്നതാണ്. സ്മാർട്ട് ഫോണുകൾ, കാറുകൾ, ആയുധങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തിനും ഹീലിയം അത്യാവശ്യം തന്നെയാണ്. ദക്ഷിണ കൊറിയയും ജപ്പാനും തായ്വാനും ചൈനയൊക്കെ ഖത്തറിൽ നിന്നുള്ള ഹീലിയത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ തന്നെയാണ്. ചിപ്പുകൾ നിർമ്മിക്കുമ്പോൾ കൂളിംഗ് ഏജന്റായി ഹീലിയം ഉപയോഗിക്കാറുണ്ട്. ക്ഷാമം തുടർന്നാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വില വർദ്ധിക്കാനുള്ള സാധ്യതയും ഇതിനു മുന്നിൽ കാണേണ്ടതുണ്ട്. ഹീലിയം വിതരണത്തിൽ തടസ്സം നേരിട്ടതോടെ വിപണിയിൽ വില കുതിച്ചുയരുന്നതാണ് കാണാൻ കഴിയുന്നതും. ക്ഷാമം 2 മാസത്തിലധികം നീണ്ടുനിന്നാൽ ഹീലിയം വിലയിൽ 50% വരെ വർധനവുണ്ടാകുമെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ഹീലിയം ഉൽപ്പാദകരാണെങ്കിൽ പോലും അവിടെയും വിതരണം വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രമുഖ വിതരണക്കാരായ എയർ ഗ്യാസ് തങ്ങളുടെ കപ്പലുകൾ പകുതിയായാണ് കുറച്ചിരിക്കുന്നത്. ഹീലിയം ഉൽപ്പാദനം കുറയുന്നത് ലോകം കാണുന്ന വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ മാറുകയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.